ആശ്വാസായേ. നിങ്ങൾക്ക് ആളെ മനസ്സിലായോ? ഇതാണ് ഈയിടെ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഫാദർ റൂബിൻ വാഴപ്പള്ളി. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയിലെ കൊച്ചച്ഛനാണ് അച്ഛൻ. ചോസന്റെ ഈ ഒരു പുതിയ എപ്പിസോഡിൽ അച്ഛനെയാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അച്ഛന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്കിനി ചോദിച്ചറിയാം. സുഖാണോ അച്ഛാ? സുഖമായിട്ടിരിക്കുന്നു. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാം നന്നായിട്ട് പോകുന്നു. അച്ഛനിപ്പോ പട്ടം കിട്ടിയിട്ട് എത്ര വർഷമായി? ഞാനിപ്പോ പട്ടം കിട്ടിയിട്ട് എന്റെ 3ാമത്തെ വർഷമാണ്. 2022 ജാനുവരി 3-ാം തീയതി ആയിരുന്നു എന്റെ പട്ടം. അതിനുശേഷം ഇതിപ്പോ 3ാമത്തെ പള്ളിയാണ്. ഞങ്ങൾക്ക് 5 വർഷം ഓരോ പള്ളികളിൽ കൊച്ചനായിട്ടിരിക്കണം. ആദ്യത്തെ വർഷം ഞാൻ പോയത് കൊരട്ടി അടുത്ത് തിരുമുടുക്കുന്ന പള്ളിയിലായിരുന്നു. അതിനുശേഷം കിഴക്കമ്പലം ഫൊറോന പള്ളിയിലേക്ക്. അവിടെ നിന്നാണ് ഞാനിപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കത്തീഡ്രൽ ബസിലിക്ക പള്ളി സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്ക ആയിരിക്കുക. ഇവിടെ ഇപ്പോൾ എത്തിയിട്ട് ഞങ്ങൾ ഏകദേശം ഒരു 4 മാസത്തോളമായി. ഈ മാർച്ച് ലാസ്റ്റിലാണ് ഇവിടെ ചാർജ് എടുത്തത്. ഞങ്ങളിവിടെ 3 അച്ഛന്മാരുണ്ട്. ഞാനും വേറൊരു കൊച്ചച്ഛനും ഉണ്ട്, പിന്നെ വികാരി അച്ഛനുണ്ട്. ഞങ്ങൾ 3 പേരും കൂടിയാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ബസിലിക്കയാണ് ഈ സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്ക. എറണാകുളം അങ്കമാലി അതിരൂപത മാത്രമല്ല, സീറോ മലബാർ സഭയിൽ അല്ലെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ ബസിലിക്കയാണ് സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്ക. ഏകദേശം 50ഓളം വർഷത്തോളമായി ബസിലിക്ക പദവി കിട്ടിയിട്ട്. അതുപോലെ തന്നെ മേജർ ആർച്ച് ബിഷപ്പിന്റെ പള്ളി കൂടിയാണ്. സാധാരണഗതിയിൽ നമുക്ക് ഇവിടെ ആൾത്താരിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ പഴയ പിതാക്കന്മാരെ, നമ്മുടെ പാറേക്കട്ട് പിതാവ് തുടങ്ങി ഒരുപാട് പിതാക്കന്മാരുടെ കബറിടം അവരെ സംസ്കരിക്കുന്നത് ആൾത്താരയിലാണ്. പിന്നെ 1986 ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ ഈ പള്ളിയിൽ സന്ദർശിച്ചു. കേരളം സന്ദർശിച്ചപ്പോൾ ഈ പള്ളിയിലും സന്ദർശിച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ എന്താ പറയുക, സീറോ മലബാർ സഭയിൽ തന്നെ വളരെ നിർണായകമായ പല കാര്യങ്ങളും നിർണായകമായ അല്ലെങ്കിൽ വലിയൊരു സ്ഥാനമുള്ളൊരു പള്ളിയാണ് കത്തീഡ്രൽ ബസിലിക്ക. ഇത്രയും സ്ഥാനമുള്ള ഒരു പള്ളിയിൽ അച്ഛൻ വന്നപ്പോൾ എന്തൊക്കെയാണ് അച്ഛന്റെ പ്രവർത്തനങ്ങൾ ഇവിടെ? തീർച്ചയായിട്ടും വലിയൊരു ഉത്തരവാദിത്വമാണ്. കാരണം ഒരു പ്രധാനപ്പെട്ട പള്ളി എന്ന നിലയിലും അതുപോലെ തന്നെ ഒരുപാട് പല ഫംഗ്ഷൻസ് നടക്കുന്ന ഇവിടെ വെച്ചാണ്. ഏകദേശം 1800ഓളം കുടുംബങ്ങളുണ്ട് ഈ ബസിലിക്കയിൽ. നമ്മളൊരു 6 സെന്റർ ആയിട്ടുണ്ട് ഇവിടെ കാറ്റീസും മറ്റും നടക്കുക. കാരണം നമുക്കറിയാം ഒരു വൈഡ് ഏരിയ ആണ്. ഇവിടെ നിന്ന് കലൂര് വരെ വൈപ്പിൻ വരെയൊക്കെ പഴം നിൽക്കുന്ന വലിയൊരു ഇടവകയാണ്. നമുക്ക് 6 സെന്ററിലായിട്ടുണ്ട് കാറ്റീസും കാര്യങ്ങളെല്ലാം നടക്കുക. ബസിലിക്ക പള്ളിയുണ്ട്, അതുപോലെ തന്നെ വടുതലയിൽ ഞങ്ങൾക്കൊരു പള്ളിയുണ്ട്. പിന്നെ കലൂർ റിന്യൂവൽ സെന്ററാണ്. ബിയാനി പ്രസ്സിൽ ഒരു സെന്റർ ഉണ്ട്. പിന്നെ ചിറ്റൂര് ധ്യാനകേന്ദ്രത്തിന് അതൊരു പള്ളിയുണ്ട്. അപ്പം പിന്നെ പച്ചാളത്ത്. അങ്ങനെ ഒരു 6 സെന്ററിലായിട്ടാണ് ഇവിടെ കാറ്റീസും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നത്. തീർച്ചയായിട്ടും പിന്നെ ഒരു ബസിലിക്കയുടെ സിറ്റുവേഷനിൽ ഒരു ഫ്ലോട്ടിംഗ് കമ്മ്യൂണിറ്റിയാണ്. ഒരുപാട് പേര് ജോലിക്കും പഠനത്തിനും മറ്റു ആവശ്യങ്ങളിൽ വന്ന് താമസിക്കുന്നു, പലരും തിരിച്ചു പോകുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്ഥിരമായ അംഗങ്ങൾ കുറവാണ്. പക്ഷേ എന്നാലും പലതരത്തിലുള്ള പല സംസ്കാരത്തിൽപ്പെട്ടവർ, പല രൂപതകളിൽപ്പെട്ടവർ, പല ഭാഷകൾ, അങ്ങനെ ഒരുപാട് പേരൊക്കെ വന്ന് എന്താ പറയുക, എല്ലാവരും മിക്സ് ചെയ്ത് ജീവിക്കുന്ന ഒരു എന്താ പറയുക, നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന വളരെ ഡിഫറെൻ്റ് ആയിട്ടൊരു കമ്മ്യൂണിറ്റിയാണ്. പ്രത്യേകിച്ച് എറണാകുളം, പ്രോപ്പർ എറണാകുളത്തിന്റെ ഹൃദയഭാഗത്ത് നിൽക്കുന്ന ഒരു പള്ളി കൂടിയാണ് ബസിലിക്ക. അപ്പൊ ഒരു ഫ്ലോട്ടിംഗ് കമ്മ്യൂണിറ്റി എന്ന നിലയിൽ എല്ലാവരും വന്നു പോകുന്നവരായതുകൊണ്ട് തന്നെ ഇടവകാംഗങ്ങളും അച്ഛന്മാരും തമ്മിലൊരു ബന്ധം ഉണ്ടാവും. തീർച്ചയായിട്ടും നമുക്കൊരു നാട്ടിൻപുറത്ത് അത്രയും ഒരു ഇന്റിമസ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാരണം ഒരുപാട് പേരും എന്താ പറയുക, സിറ്റി ലൈഫിന്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ വീക്കെൻഡിലാണ്. കാരണം അവർ ജോലിയും തിരക്കുള്ളവരാണ്. അപ്പോൾ വീക്കെൻഡിലൊക്കെ വന്ന് പള്ളിയിൽ വരുന്നവരാണ് കൂടുതലും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരെ കുറച്ചുകൂടി ആക്സസ് കുറവാണ്. എന്നിരുന്നാലും നല്ലൊരു ശതമാനം ഇവിടുത്തുകാർ തന്നെ ഉണ്ട്. അപ്പം നമ്മൾ പിന്നെ നമ്മുടെ വീട് വിസിറ്റിങ്, വെഞ്ചരിപ്പുകൾ, പിന്നെ കാറ്റിസം, ഇതിലൂടെയൊക്കെ നമ്മൾ ഇവരുമായിട്ട് ഒരു റാമ്പോ ക്രിയേറ്റ് ചെയ്ത് ഇവർ കുറച്ചുകൂടി പള്ളിയിൽ അടുപ്പിക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും ഒരു നഗരത്തിൻ്റെതായ ഒരുപാട് പരിമിതികളുണ്ട്. നാട്ടിൻപുറത്തൊക്കെ നമുക്ക് എളുപ്പമാണ്. കാരണം അവിടെ കാലാകാലങ്ങൾ താമസിക്കുന്നവരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് പള്ളിയുടെ അടുപ്പം കൂടുതലാണ്. ഇവിടെ തീർച്ചയായിട്ടും ഒരു സിറ്റി ലൈഫ് ആയതുകൊണ്ട് തന്നെ വീക്കെൻഡിൽ അവർ പള്ളിയിൽ വരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്ര അടുപ്പമില്ല. എന്നിരുന്നാലും ഒരുപാട് പേര് വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പള്ളിയാണ്. കാരണം എപ്പോഴും സിറ്റിയുടെ നടുക്കായതുകൊണ്ട് തന്നെ നമുക്കറിയാം എപ്പോൾ വന്നാലും പള്ളിക്കകത്ത് ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കാനുണ്ടാവും. ബസിലിക്കയുടെ ഓപ്പോസിറ്റ് നമുക്കൊരു ആരാധന ചാപ്പലുണ്ട്. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5:30 വരെ അവിടെ നിത്യ ആരാധനയുടെ ചാപ്പലാണ്. അവിടെ നമുക്ക് പകൽ സമയം ചെന്ന ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നതാണ്. പലരുടെയും ചിന്ത സിറ്റിയിലുള്ള ആളുകൾ പ്രാർത്ഥിക്കുന്നില്ലെന്ന്. പക്ഷേ തീർച്ചയായും ഇവിടെ വന്നപ്പോൾ എൻ്റെ ഒരു കൺസെപ്റ്റ് മാറിയത്. കാരണം എപ്പോൾ ചെന്നാലും ആരെങ്കിലൊക്കെ വന്നിട്ട് പ്രാർത്ഥിക്കും, നമ്മളെ അന്വേഷിച്ചു പ്രാർത്ഥന സഹായിക്കായിട്ട്. അങ്ങനെ തീർച്ചയായിട്ടും സിറ്റി ലൈഫ് ആണെങ്കിലും വിശ്വാസം തീർച്ചയായിട്ടും ഉള്ള നല്ലൊരു കമ്മ്യൂണിറ്റി ഇവിടെയുണ്ട്. അച്ഛൻ പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ പള്ളി വരുന്നത്. അച്ഛൻ പറഞ്ഞ പോലെ മാർപ്പാപ്പയൊക്കെ വന്ന ഇത്രയും
സുപ്രധാനമായ ഒരു പള്ളിയാണ് സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്ക എന്നുള്ളത്. അപ്പൊ നമുക്കൊന്ന് പള്ളി കയറി പ്രാർത്ഥിച്ചാലോ? ായിരിക്കുന്ന ഈ ബസിലിക്ക പള്ളിയിലെ വിശേഷങ്ങൾ അച്ഛൻ പങ്കുവച്ചു. ഇനി നമുക്ക് അച്ഛന്റെ വീട്ടിലെ വിശേഷങ്ങളിലേക്ക് പോവാം. അച്ഛന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എന്റെ സ്വദേശം കാലടി സെന്റ് ജോർജ് പള്ളിയാണ്. വീട്ടില് അപ്പച്ചൻ, അമ്മച്ചി, 2 അനിയന്മാരാണ് എനിക്ക് ഉള്ളത്. അതിനകത്ത് തൊട്ട് താഴെയുള്ള അനിയന്റെ കല്യാണം കഴിഞ്ഞു. വൈഫ് വീട്ടിലുണ്ട്. ഒരു കുഞ്ഞു ആവയുണ്ട്. കഴിഞ്ഞ ആഴ്ച മാമോദിസ. അതിന് താഴെ ഒരു അനിയനോടെ ഉണ്ട്. അവൻ പൊങ്ങം നൈപുണ്യ കോളേജിൽ ഡിഗ്രി 3rd year പഠിക്കുകയാണ്. അത് ഞങ്ങളുടെ കുടുംബം വളരെ സന്തോഷമായിട്ട് പോകുന്നു. പപ്പ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പപ്പയ്ക്ക്. അമ്മ അവിടെ അടുത്ത് തന്നെയുള്ള ഒരു CMC സ്കൂളിൽ ടീച്ചിങ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അച്ഛന് ഒരു വൈദികനാകണം എന്നുള്ളൊരു ആഗ്രഹം കുഞ്ഞിലെ തൊട്ടുണ്ടായിരുന്നോ, അതോ പെട്ടെന്ന് വന്നൊരു സ്പാർക്ക് ആയിരുന്നു? ഞാൻ 7ാം ക്ലാസ് തൊട്ട് 7ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് എൻ്റെ ആദ്യവാനസേന കഴിയുക. വാനസേന കഴിഞ്ഞിട്ട് സ്വാഭാവികമായിട്ടും ഓൾട്ടർ ബോയ്സിൽ ചേരുക പതിവാളല്ല അവിടെ. ഞാൻ ഓൾട്ടർ ബോയ്സിലുണ്ടായിരുന്നു 7 മുതൽ 10ാം ക്ലാസ് വരെ. അപ്പോൾ ഈ പള്ളിയിലായിരിക്കുമ്പോൾ എപ്പോഴും ഒരു താല്പര്യം എപ്പോഴും ഉണ്ട്. കാരണം നമ്മൾ പള്ളിയിലായിരിക്കുന്നു, അച്ഛന്മാരുടെ കൂടെയാണ്. എൻ്റെ കൂട്ടുകാരൊക്കെ എപ്പോഴും പറയുന്ന കാര്യമുണ്ട്, എപ്പോൾ വന്നാലും നിന്നെ പള്ളിയിലാണല്ലോ കാണുന്നത്. കാരണം വേറെ ഒന്നുമല്ല, അന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഈ വാട്സാപ്പൊക്കെ തുടങ്ങി. ഞാനൊക്കെ 10th പഠിക്കും, പ്ലസ് 2 പഠിക്കുന്ന സമയത്ത് വാട്സാപ്പൊക്കെ അല്ലെങ്കിൽ ഫേസ്ബുക്കൊക്കെ ഒരു കോമൺ ആയിട്ട് വരിക. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് മീറ്റിംഗ് പോയിന്റ് എപ്പോഴും പള്ളിയാണ്. രാവിലെ ഞങ്ങൾ പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ രാവിലെ 5:30 കുർബാന. സോ ഒരു 6 മണിക്ക് കുർബാന കഴിഞ്ഞാൽ ഒരുപാട് സമയമുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് TT കളിക്കും, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും കളിച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് പോകുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് മീറ്റിംഗ് പോയിന്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും പള്ളിയിൽ നിൽക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. അപ്പോൾ അതിന് പള്ളിയിൽ കഴിക്കുമ്പോൾ കാലാകാലം മാറുന്ന കൊച്ചന്മാരുണ്ട്, വികാരിച്ചന്മാരുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ സമയത്തുണ്ടാകുന്ന ജോൺ തൂട്ടൂർ എന്ന അച്ഛനാണ്. അച്ഛനാണെങ്കിൽ ആദിവാനസേന എന്ന ഒരു സിമ്പിൾ മനുഷ്യൻ, വലിയ കഴിവുകളൊന്നുമില്ല, പക്ഷെ നന്നായിട്ട് പ്രാർത്ഥിക്കും അച്ഛൻ. എല്ലാവരിലും ഭയങ്കര അച്ഛൻ്റെ കുർബാനയോ പ്രാർത്ഥന കാണുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് തോന്നും. നല്ല എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിരിക്കുന്ന അച്ഛനാണ്. അതും ഞാൻ ഓൾട്ടർ ബോയ്സുള്ള സമയത്ത് വെക്കേഷൻ തമ്മിൽ സ്വാഭാവികം നമ്മൾ അമ്മ വീട്ടിലൊക്കെ പോകുമല്ലോ. അപ്പം അങ്ങനെ പോയ സമയത്ത് കുറേ ദിവസം പള്ളിയിൽ വരാൻ പറ്റിയില്ല. അപ്പോൾ കപ്പിയാർ ഒരു ദിവസം പുറത്താക്കി, നീ കുർബാനിക്ക് കൂടെ വരണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ കുർബാനിക്ക് കൂടുതൽ നിർത്തി. ഒരു ദിവസം കുമ്പസാരിക്കാൻ നിൽക്കുന്ന സമയത്ത് കുമ്പസാരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അച്ഛൻ ചോദിച്ചു, നീ എൻ്റെ ഇപ്പോൾ കുർബാനിക്ക് കൂടാൻ വരാത്തെന്ന് ചോദിച്ചു. പറഞ്ഞു കപ്പിയാർ പറഞ്ഞു, നീ വരണ്ട, ഇത്രയും ദിവസം വരാതിരുന്നല്ലേ എന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞു കുഴപ്പമില്ല, നീ നാളത്തോട്ട് കയറിക്കോളം പറഞ്ഞു. അങ്ങനെ വീണ്ടും അച്ഛനങ്ങനെ തിരിച്ച് ഓൾട്ടർ ബോയ്സ് കയറ്റുന്നത്. സ്വാഭാവികമായിട്ട് നമ്മൾ ഇത്രയും നാളെ പള്ളിയുടെ അടുത്തേക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ അമ്പലമുള്ളവരെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. തീവ്രമായ ആഗ്രഹം ഒന്നല്ല കേട്ടോ, ചെറിയൊരു ആഗ്രഹമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ വീട്ടിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. അപ്പം അമ്മ അങ്ങനെ പറഞ്ഞു, എനിക്ക് സെമിനാരി പോകാൻ താല്പര്യമുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു താല്പര്യമൊക്കെ ഉണ്ട്, പക്ഷെ അത്ര സ്ട്രോങ് ഒന്നും അല്ല എന്ന് പറഞ്ഞു. അപ്പം ഇത് പോയി നോക്കാൻ പറഞ്ഞു. ആ സമയത്ത് തന്നെ എൻ്റെ 1-2 കൂട്ടുകാർ കൂടെ പഠിച്ചവരും പറഞ്ഞു, ഏട്ടാ നമുക്കിങ്ങനെ സെമിനാരി പോയല്ലോ, ക്യാമ്പ് നടക്കുന്നുണ്ട്, പോയാലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നമുക്ക് പോവാം. കാരണം കൂട്ടുകാരോട് ഒരുമിച്ച് ഞങ്ങൾ അങ്ങനെ തൃക്കാക്കരയിൽ മൈനസ് സെമിനാരിൽ ക്യാമ്പ് കൂടെ 2011 ക്യാമ്പ് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ബ്രദേഴ്സായിട്ട് സംസാരിക്കുന്നു. അവരുടെ കൂടെ ആയിരുന്നു ഒരു 3 ദിവസം. അപ്പം അത് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു താല്പര്യം, കാരണം എന്തോ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്തോ ആംബിയൻസ് ഇഷ്ടമായി. അതെന്തോ നമ്മൾ അവിടെ ആയിരിക്കും നല്ലതാണെന്നൊരു ഫീല് ഭയങ്കരമായിട്ട് തോന്നി. അങ്ങനെ ഞങ്ങൾ ഫോമൊക്കെ വാങ്ങി. പക്ഷേ അതിന് പിന്നീട് കുറേ കാര്യങ്ങളുണ്ടായി. ആ സമയത്താണ് ഈ ഫോമൊക്കെ വാങ്ങി ഫില്ല് ചെയ്ത് അയച്ചു കഴിഞ്ഞപ്പോഴാണ് റിസൾട്ട് വരുന്നത്. 10th റിസൾട്ട് വന്നപ്പോൾ നല്ല മാർക്ക് ഉണ്ടാകും. സ്വാഭാവികമായിട്ടും മനസ്സിൽ വേവരിങ്ങും തുടങ്ങി, പോണോ വേണ്ടയോ. ആ സമയത്ത് കസിൻസ് ആയാലും പറഞ്ഞു, എന്തിനാ പോണ, ഇത്രയും മാർക്കില്ലേ, ഈ പെണ്ണ് കിട്ടാത്തവരും പഠിക്കാത്തവരൊക്കെ പോണ സ്ഥലമാണ് സെമിനാരി. അത് അവർ തമാശയായിട്ട് പറഞ്ഞോ, സീരിയസ് ആയിട്ട് പറഞ്ഞല്ല. നിനക്ക് വേറെ നല്ല ഒരു ഫ്യൂച്ചർ നോക്കിക്കൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ സുബേട്ട അങ്ങനെ പറഞ്ഞപ്പോൾ ഒരു ചെറിയ വേവരിങ് ഉണ്ടായിരുന്നു. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ഈ യോന പ്രവാചകന്റെ കഥ ഞാനിപ്പോൾ ഓർക്കുന്ന കാര്യം, ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം കൊണ്ടുപോകും ആരിലൂടെങ്കിലും. കൂട്ടുകാരൻ പറഞ്ഞു ആപ്ലിക്കേഷൻ കൊടുത്തു പോവാന്ന് പറഞ്ഞു. അങ്ങനെ അവൻ എന്നെ നല്ല നിർബന്ധിച്ച്. അപ്പം ഞങ്ങളങ്ങനെ ഒരുമിച്ച് വീണ്ടും ഇന്റർവ്യൂവിന് നിന്നു. ഇന്റർവ്യൂ സ്വാഭാവികമായിട്ടും ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ വീട്ടിൽ പോലെ നല്ല റിലേറ്റീവ്സ് അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒരുപാടുള്ളവരാണ്. ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടും ഉണ്ട്. അവർക്കും തോന്നി ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ എന്തോ ഇവനെ എടുക്കാൻ പറ്റുമെന്ന് തോന്നി. അങ്ങനെ അവരങ്ങ് എടുക്കേണ്ടായത്. അങ്ങനെ പറഞ്ഞ പോലെ പലരുടെയും വൊക്കേഷൻ പല രീതിയിലാണ്. ചിലർ വളരെ എന്താ പറയുക, അച്ഛനാവണമെന്ന ആഗ്രഹത്തോടെ പോകുന്ന ഒരുപാട് പേരുണ്ട്. ചിലർ ഇൻ പ്രോസസ്സിൽ ഇതാണ് തൻ്റെ ദൈവങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ മനസ്സിലാക്കിയല്ല.
സെമിനാരി ചേർന്ന് ആ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഇടയ്ക്ക് ഓരോ ഘട്ടങ്ങളിൽ എനിക്ക് കിട്ടിയ തിരിച്ചറിവുകളിലൂടെയാണ് ഞാൻ അച്ഛനാണ്, ഇതാണ് എൻ്റെ ദൈവബലി എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് ശക്തമായത്. അങ്ങനെ ആ ഒരു തിരിച്ചറിവ് ശരിയാണെന്ന് കാലം തെളിയിച്ചു. അപ്പൊ വീട്ടുകാരൊക്കെ എങ്ങനെയായിരുന്നു? വീട്ടുകാരൊക്കെ ഫുൾ സപ്പോർട്ടായിരുന്നോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമ്മ നല്ല സപ്പോർട്ടായിരുന്നു. പപ്പയ്ക്കും കുഴപ്പമില്ല. പപ്പ അങ്ങനെ പോകണ്ടെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. നിന്റെ ഇഷ്ടം പോലെ തന്നെ. തീർച്ചയായും ഉള്ളിൻ്റെ സ്വാഭാവികമായിട്ടും ഏതൊരു അപ്പന്റെ മനസ്സിലുള്ള പോലെ മൂത്ത കുട്ടിയാണ്, ഇത്ര നല്ല മാർക്ക് ഉണ്ട്, നന്നായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അവരുടെ മനസ്സിൽ ആഗ്രഹമുണ്ട് ഒരു പ്രാരാബ്ദമൊക്കെ ഇവൻ ലയിപ്പിച്ചിട്ട് വിശ്രമത്തിലേ നീങ്ങണമെന്ന്. പപ്പയുടെ ഭാഗത്തുനിന്ന് എതിർപ്പൊന്നും ഉണ്ടായില്ല. എന്നിരുന്നാലും ഒരു മനസ്സിലെ പപ്പയെ സംബന്ധിച്ച് അനിയന്മാരായാലും പറഞ്ഞ പോലെ ഇവന് ഏതൊരു പള്ളിയിലായതുകൊണ്ട് അവർക്ക് വലിയ എതിർപ്പൊന്നും ഉണ്ടായില്ല. കസിൻസ് ആയാലും അത്ര താല്പര്യം ഉണ്ടായില്ല. എന്നിരുന്നാലും പിന്നെ പറഞ്ഞ പോലെ ആ ഒരു സമയത്ത് പറഞ്ഞാൽ ഒരു ഒക്കേഷനൊക്കെ നന്നായിരുന്നു. എന്താ പറയാ, അച്ഛന്മാർക്ക് നല്ലൊരു ഇമേജ് ഉള്ള ടൈമാണ് നിൽക്കുന്നത്. ഇപ്പൊ ഒരുപാട് മാറിയിട്ടുണ്ടെങ്കിലും അന്നൊക്കെ ഇതുപോലെ ഒരു വീട്ടിൽ നിന്ന് അച്ഛനുണ്ടാകുന്ന വലിയൊരു സന്തോഷമായിരുന്ന കാലഘട്ടം. അപ്പൊ അതുകൊണ്ട് തന്നെ മനസ്സിലൂടെ ആണെങ്കിലും എല്ലാവരും സമ്മതിച്ചു. പറഞ്ഞ പോലെ പറ്റി പലരും ചോദിച്ചിട്ടുണ്ട് പഠനത്തിനിടയ്ക്ക്, നിനക്ക് തിരിച്ചു പോകുന്നതോടെ +2 കഴിഞ്ഞില്ലേ, ഇംഗ്ലീഷ് പഠിച്ചില്ലേ എന്നൊന്നും ചോദിച്ചു പലരും ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും പിന്നീട് കുറെ കഴിഞ്ഞപ്പോൾ ഇവർ മനസ്സിലാക്കി ഇതാണ് എൻ്റെ ട്രാക്ക് എന്ന് മനസ്സിലായപ്പോൾ അവർ ഒരു കാലത്ത് വേണ്ടെന്ന് പറഞ്ഞവര് പിന്നീട് എന്നെ നന്നായിട്ട് ഒരുപാട് ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ എപ്പോഴെങ്കിലും ഒരു സെക്കൻഡ് തോട്ട് ഉണ്ടായിരുന്നോ? പോരാം, ഇതെനിക്കുള്ളതല്ല, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? ഇൻ ബിറ്റ്വീൻ നമുക്ക് ഇടയ്ക്ക് തോന്നും. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള ഒരു ലൈഫല്ല സെമിനാരി ലൈഫ് കേട്ടോ. ഒരുപാട് സ്ട്രഗിൾസ് ഒക്കെ ഉണ്ട്. ചെല്ലുമ്പോൾ ഞാൻ ചെന്ന പാടെ ഈ പന്നിക്കൂട് കഴുകേണ്ടി വരും, അല്ലെങ്കിൽ പട്ടിയുടെ കൂട് ക്ലീൻ ചെയ്യേണ്ടി വരും. നമ്മളൊരു പക്ഷേ ഞങ്ങൾ വീട്ടിലെ സാധാരണഗതിയിൽ ആമ്പിള്ളേർ ജോലികൾ ചെയ്യാറില്ലല്ലോ. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ മിറ്റം അടിക്കണം, ടോയ്ലറ്റും കാര്യങ്ങൾ നമ്മൾ കിടക്കുന്ന മുറി ഇതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു മടുപ്പ് തോന്നും, സ്വാഭാവികമാണ്. പല സമയങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ പഠിത്തത്തിന് ഇടയ്ക്ക് നമുക്ക് ചില വേവറിങ്സ് ഒക്കെ ഉണ്ടാവും. ഇത് തന്നെയാണോ പല ഓരോ ഇഷ്യൂസ്, വീട്ടിൽ ചില ഇഷ്യൂസ് ആവാം, അല്ലെങ്കിൽ ബിറ്റ്വീൻ കൂട്ടുകാർ തമ്മിലുള്ള ചില പ്രശ്നങ്ങളാവാം. പക്ഷേ അധികാരികളൊന്നുണ്ടായി പല എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു മനസ്സിലൊരു സെക്കൻഡ് തോട്ട് ചില സമയത്ത് ഉണ്ടായി. പക്ഷേ സെക്കൻഡ് തോട്ട് ഞാൻ പറയാം എപ്പോഴും ഈ സ്ട്രഗിൾസ് നല്ലതാണ്. കാരണം സേഫായിട്ട് പോകുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ നമ്മുടെ ദൈവവിളിയുടെ വില മനസ്സിലാക്കില്ല. ഒരു സ്ട്രഗിൾ വരുമ്പോൾ, ഒരു ചലഞ്ച് വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ പുറമെ നോക്കിയാൽ അതെ ഒരു സ്ട്രഗിളിലൂടെ കടന്നു പോയാലും നമ്മളൊരു കഷ്ടപ്പെട്ട് പഠിച്ച് ഒരു കുട്ടി PSC എഴുതിയവൻ ജോലി വാങ്ങുമ്പോൾ അവന് കിട്ടിയ ജോലിയിൽ ഒരു സന്തോഷം ഉണ്ടാവും. ഒരു ഫ്രീ ആയിട്ട് ഈസി ഗോയിങ്ങിൽ ചെന്ന് ഒരു ജോലി കിട്ടുമ്പോൾ അവന് ഒത്തിരി താല്പര്യം. കാരണം അവൻ സ്ട്രഗിൾ ചെയ്യില്ല, പെയിൻ എടുത്തിട്ടില്ല. അല്ല, നോ പെയിൻ നോ ഗെയിൻ എന്നുള്ള. തീർച്ചയായിട്ടും സെമിനാരിയിൽ ഒരുപാട് സ്ട്രഗിൾസ് നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ സ്ട്രഗിൾസ് ആണ് നമ്മുടെ ദൈവവിളിയെ കുറച്ചുകൂടെയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുക. കാരണം ഒരു സ്ട്രഗിൾ വരുമ്പോഴാണ് ഞാൻ എൻ്റെ വൊക്കേഷനെ കുറിച്ച് ചിന്തിക്കും, അല്ലെങ്കിൽ ഞാൻ എന്താ ഒഴുക്കിനൊപ്പം നീന്തും. പക്ഷേ ഓരോ സ്ട്രഗിൾ വരുമ്പോഴും, ഒരു ക്രൈസിസ് വരുമ്പോൾ ഞാൻ ഇരുന്ന് ചിന്തിക്കും, ഇരുന്ന് നന്നായി പ്രാർത്ഥിക്കും, ഇതാണോ, ഇത് വേണോ വേണ്ടോ. തീർച്ചയായിട്ടും അങ്ങനെ ഒരുപാട് സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും ഞങ്ങൾ ആ ഓരോ ക്രൈസിസ്, ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചുള്ള ക്രൈസിസ് വന്ന സമയത്താണ്. പക്ഷേ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ സാധാരണ ഒരു പ്രാർത്ഥിക്കുന്ന ഒരുപാട് സമയങ്ങളുണ്ട്. പക്ഷേ ക്രൈസിസ് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കൂടുതൽ പെയിൻ എടുക്കും. ഇത് തന്നെയാണ്, കാരണം ഒരു ഡിസൈൻമെൻറ്റിൻ്റെ ടൈമാണ്. എല്ലാ വർഷവും ഞങ്ങൾക്ക് ഓരോ വർഷം തീരുമ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന പരിപാടികളൊക്കെ ഉണ്ട്. ഓരോ സമയം നമ്മളിന്ന് ആലോചിക്കും, ഇത് തന്നെയാണോ എൻ്റെ ദൈവവിളി, ഞാൻ മുന്നോട്ട് പോകണോ, നിർത്തണോ. ഞാൻ തീർച്ചയായിട്ടും അതിന് വളർത്തി ഒരുപാട് ക്രൈസിസുകൾ അതും ചെയ്ത് പല ഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എവിടെയൊക്കെയാണ് അച്ഛൻ പഠിച്ച അച്ഛൻ്റെ ആ ഒരു വൊക്കേഷണൽ ലൈഫിൽ? ഞാൻ 10th കഴിഞ്ഞിട്ടാണ് സെമിനാരി ചേരുന്ന തൃക്കാക്കരയിലുള്ള സേക്രഡ് ഹാർട്ട് മൈനസ് സെമിനാരിയിലായിരുന്നു പഠിച്ചത്. അവിടെ +1 +2 അവിടെ തന്നെയായിരുന്നു. കൂട്ടത്തിൽ ഞങ്ങൾ ഡിസ്റ്റൻ്റ് ആയിട്ടാണ് +2 ചെയ്തത്. ഞങ്ങൾ കളമശ്ശേരി VHSലാണ് കംപ്ലീറ്റ് ചെയ്തത്. അതിനുശേഷം ഡിഗ്രി ഫിലോസഫി ചെയ്യാനായിട്ട് തൃശ്ശൂർ മേരി മദർ സെമിനാരിയിൽ പോയി. അതിനുശേഷം ഒരു വർഷം ഞങ്ങൾക്ക് ഒരു റീജൻസി, അതൊരു പ്രായോഗിക പരിശീലനത്തിൻ്റെ സമയം. ആ സമയത്ത് ഞാൻ ചെയ്തത് ചേർത്തലയിലുള്ള നൈപുണ്യ കോളേജിലായിരുന്നു. അതിനുശേഷം തിയോളജി മംഗലപുഴ സെമിനാരിൽ വരുന്നത്. അവിടെ ആയിരുന്നു മംഗലപുഴ സെമിനാരി തിയോളജി + സ്റ്റേറ്റ് കമ്മ്യൂണിസ്റ്റ്. അതിന് ശേഷമാണ് പട്ടം സ്വീകരിച്ചത്. എൻ്റെ പട്ടം 2022 ജനുവരി 3-ാം തീയതി ആയിരുന്നു. അതിന് പ്രത്യേകത തന്നെ കൊറോണയൊക്കെ മാറി ഓപ്പണായി വരുന്ന സമയം, റെസ്ട്രിക്ഷൻസ് ഒക്കെ മാറി 100 പേർക്ക് പങ്കെടുക്കാം, 200, 500 അങ്ങനെ ഒരു ഓപ്പണായി വരുന്ന സമയമായിരുന്നു. ആ സമയത്ത് എനിക്ക് പട്ടം തന്നത് അഭിവന്ധ്യ ജോസ് പുത്തമ്പറ്റ പിതാവാണ്. പിതാവിൻ്റെ ഒരു അകന്ന ബന്ധു കൂടിയാണ്. പിതാവിൻ്റെ അമ്മയും ഞങ്ങളുടെ ഗ്രാൻഡ്മയും അവർ കസിൻസാണ്. അപ്പം അങ്ങനെ അകന്ന ബന്ധു കൂടിയാണ്. ഞങ്ങളുടെ ബാച്ചിൽ 14 പേരായിരുന്നു. എല്ലാ ദിവസവും 2 പട്ടമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഒരു പക്ഷേ രൂപതയുടെ ഹിസ്റ്ററി തന്നെ 2ാമത്തെ 3 വലിയ ബാച്ചാണ് ഞങ്ങളുടെ. അങ്ങനെ കൊറോണയ്ക്ക് മാറിയ സമയമുണ്ട്. പിന്നെ എൻ്റെ ഇടവകയിൽ നിന്ന് ഏകദേശം ഒരു 22 വർഷങ്ങൾക്ക് ശേഷമാണ് രൂപത വൈദികൻ ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും ജെസ്യൂട്ടിലേക്ക് അച്ഛന്മാരുടെ സമീക്ഷ എന്ന് പറഞ്ഞാൽ ജെസ്യൂട്ട് അച്ഛന്മാരുടെ ഹൗസ് വീടിനടുത്താണ്. ജെസ്യൂട്ട് അച്ഛന്മാരുണ്ട്, പക്ഷേ എറണാകുളം രൂപതയ്ക്ക് വേണ്ടി ഒരു വൈദികം വരുന്നത് 22 വർഷങ്ങൾക്ക് ശേഷമാണ്. നമ്മളിതുപോലെ പള്ളിയിലൊക്കെ ആക്റ്റീവായിരുന്നുകൊണ്ടും എല്ലാവർക്കും വളരെ താല്പര്യമായിരുന്നു. കാരണം ചെറിയ ഒരു 800 വീട് കിട്ടിയെങ്കിലും എല്ലാവരും തമ്മിൽ അറിയാവുന്നവരായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വലിയ സഹകരണം ഇടവക്കാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കൊറോണ മാറി ഒരു വലിയൊരു ആഘോഷമാണ്. സ്വാഭാവികമായിട്ടും അറിയാം, മറ്റു ആഘോഷങ്ങൾ പോലെയല്ല പട്ടം. എല്ലാവരും ഒരു പക്ഷേ കല്യാണം മറ്റു കാര്യങ്ങളൊക്കെ ഒരു വ്യക്തിയുടെ മാത്രം ആഘോഷമാണെങ്കിൽ ഇപ്പോഴും തിരുപ്പട്ടം ഒരു ഇടവകയുടെ ആഘോഷമാണ്. തീർച്ചയായിട്ടും ഇടവക്കാരെ ഒരുപാട് സഹകരിച്ചു. എല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന. എൻ്റെ ഇടവകയിൽ CLC ആണുള്ളത്. അവരിപ്പോഴും പറയുന്നവരുണ്ട്,
അച്ഛൻ പട്ടം വാങ്ങാൻ അനുവാദം വാങ്ങി വന്നാൽ മതി, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം. തീർച്ചയായും അവരൊക്കെ ഒരുപാട് അവർക്കും നല്ലൊരു സന്തോഷമുള്ള കാര്യമാണ്. കാരണം കുറെ നാളുകൂടി ഇടവകേന്ദ്ര അച്ഛൻ ഉണ്ടാകാനും. അതിനു മുമ്പ് 2008 ജെസൂട്ട് അച്ഛൻ്റെ പട്ടായിരുന്നു. ഞാനന്ന് കുർബാനയ്ക്ക് കൂടിയ ആളാണ്. ഇപ്പോഴും ഓർക്കുന്നു, അന്ന് പട്ടം നിറങ്ങുന്ന സമയത്ത് ഞാൻ പിതാവിൻ്റെ തൊപ്പിയും പിടിച്ചു നിൽക്കുന്ന ഒരു ചിത്രം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അത് ഞാൻ വീണ്ടും ഒരു 10-14 വർഷത്തിന് ശേഷം അതേ ബലിവേദിയിൽ വൈദികനായിട്ട് നിൽക്കുന്നു. തീർച്ചയായും വളരെ സന്തോഷമുള്ള കാര്യമാണ്. അച്ഛനായിട്ട് ഇപ്പൊ 3 വർഷമാവാണ്. വളരെ ചുരുങ്ങിയൊരു കാലഘട്ടമാണെങ്കിലും ഈ ഒരു വർഷങ്ങളില് എങ്ങനെയുണ്ട് ഈ ഒരു വൈദിക ജീവിതം? തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട്. അതിലുപരി ദൈവത്തിന്റെ വലിയൊരു പരിപാലന അനുഭവിച്ചിരുന്ന സമയങ്ങളാണ്. എപ്പോഴും ഹാപ്പി ആയിരിക്കും എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. തീർച്ചയായിട്ടും സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഈശോ പറഞ്ഞിട്ടുണ്ട്, ഗുരുവിന് എന്ത് ലഭിച്ചോ അത് മാത്രമേ ഒരു ശിഷ്യനും അർഹതപ്പെടാൻ പാടുള്ളൂ. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് എന്താ പറയുക, നമ്മളൊക്കെ ബൂസ്റ്റ് ചെയ്യുന്ന എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതേസമയം ഒരുപാട് സ്ട്രഗിൾസ് ഒക്കെ ഉണ്ട്. പ്രത്യേകിച്ച് പല വ്യക്തിപരമായ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മൾ അറിയാത്ത പല കാര്യങ്ങളുടെ പേരിൽ നമ്മളെ മറ്റു കുറ്റപ്പെടുത്തിയ അനുഭവം ഉണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാലും ഒരു ഓവറോൾ നോക്കുമ്പോൾ എപ്പോഴും വളരെ ഹാപ്പിനെസ്സാണ്. കാരണം ഒരുപക്ഷെ ഈശോ കടന്നുപോയ ഒരു സിറ്റുവേഷനിലൊക്കെ കടന്നുപോയി. കാരണം ഈശോയെ തീർച്ചയായിട്ടും എല്ലാവരും സ്വീകരിച്ചിരുന്നു, സ്നേഹിച്ചിരുന്നു. അത് അതേസമയം ഒരുപാട് പേര് ഈശോയെ എതിർക്കുന്നവരുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും നമ്മളും വചനം അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ ഈശോയുടെ ഒരു മാതൃക പിൻചെല്ലാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്ട്രഗിൾസ് ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ പലരും കുറ്റപ്പെടുത്തും. എന്നിരുന്നാലും നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ പ്രാർത്ഥിക്കുന്ന വലിയൊരു സമൂഹം നമുക്ക് മുമ്പിലുണ്ട്. കുറച്ച് പേര് നമ്മളിവിടെ കുറ്റം പറയുമ്പോഴും നമുക്ക് വേണ്ടി നമ്മളറിയാത്ത ഒരുപാട് പേര് മറു സൈഡിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഓരോ വൈദികന്റെയും ഓരോ സിസ്റ്ററിന്റെയും ഒരു ദൈവവിളിയുടെ ബേസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവരുടെ പ്രാർത്ഥന കൂടിയാണ്. തീർച്ചയായിട്ടും അപ്പനമ്മയും പ്രാർത്ഥിക്കുന്നുണ്ട്, കുടുംബത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ദൈവവിളിയുണ്ട്. പക്ഷെ അതിലുപരി നമുക്ക് വേണ്ടി നമ്മൾ പോലും അറിയാത്ത പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുണ്ട്. പണ്ടൊക്കെ ഞാനൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ അച്ഛന്മാരെ പ്രദേശം വന്നിട്ട് സെമിനാറിൽ ചില താല്പര്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ആയാലും പിള്ളേർ കൈപോക്കായിരുന്നു. ഇന്ന് നമ്മൾ ചെന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ പരിങ്ങും, ബാക്കോട്ട് പരിങ്ങും. വെറുതെ പോലും കൈ പൊക്കാനുള്ള ഒരു മനസ്സില്ലായിരുന്നു. ആ ഒരു വലിയൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇവിടെ നല്ല ഒക്കേഷൻസ് ഉണ്ടാകുന്നുണ്ട്. തീർച്ചയായിട്ടും അവരൊക്കെ ഇപ്പൊ ഞാൻ ദൈവവിളി സ്വീകരിച്ചതിന് എന്നെ സ്വാധീനിച്ച ചില അച്ഛന്മാര്, ചില സിസ്റ്റേഴ്സ് ഉണ്ട്. അതുപോലെ അവരെ സ്വാധീനിക്കാൻ നല്ലൊരു മാതൃകയായിട്ട് മാറണം എന്നൊരു ആഗ്രഹം മനസ്സിലായി. ആദ്യം പറഞ്ഞ പോലെ ഇൻസ്റ്റയിൽ ആ ഒരു വീഡിയോ, അത് അച്ഛന്റെ അക്കൗണ്ട് തുറന്നു നോക്കി നമുക്ക് കാണാം. ആ ഒരു വീഡിയോ മാത്രമല്ല, എല്ലാ വീഡിയോയും അത്യാവശ്യം വൈറലാണ്. പക്ഷെ ആ ഒരു വീഡിയോ, അച്ഛൻ കരാട്ടയുടെ ആ ഒരു പല പല ഫോംസ് കാണിക്കുന്ന ആ ഒരു വീഡിയോ വളരെയേറെ വൈറലായിരുന്നു. അപ്പൊ എന്തായിരുന്നു അതിന് പിന്നൊരു സാഹചര്യം? ശരിക്കും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവണം എന്ന് അതിന്റെ പിന്നിലൊരു അച്ഛനൊരു മോട്ടീവ് ഉണ്ടല്ലോ, ശരിക്കും അതെന്താണ്? ഞാൻ റീജൻസിയുടെ സമയത്ത്, കോളേജിൽ നിൽക്കുന്ന സമയത്താണ് ഇൻസ്റ്റാഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് ഈ ടിക്ടോക്ക് ഒക്കെ ബാൻ ചെയ്ത് ഇൻസ്റ്റാഗ്രാം കയറി വരുന്ന സമയമാണ്. പക്ഷെ അതിന് നമ്മൾ ആക്റ്റീവ് ഒന്നും അറിഞ്ഞില്ല. എപ്പോഴൊക്കെ ഫോട്ടോസ് ഒക്കെ ഇടും. സെമിനാറിൽ എനിക്ക് മൊബൈൽ ഇല്ലാത്തതുകൊണ്ട് ഫോട്ടോ നമ്മൾ ഉപയോഗിക്കലില്ല. വെക്കേഷന് വരുമ്പോൾ വല്ല ഫോട്ടോസ് ഇടൽ മാത്രമേ ഉള്ളൂ. പക്ഷെ കുറച്ചുകൂടി ഇതിന്റെ ഒരു പ്രയോജനം മനസ്സിലായി നമ്മൾ പട്ടം കിട്ടിയതിന് ശേഷം. കാരണം എല്ലാ പിള്ളേരും നമുക്ക് പള്ളിയിലൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ ഇവരെല്ലാവരും ഉള്ള ഒരു കമ്മ്യൂണിറ്റി ഇൻസ്റ്റാഗ്രാമാണ്. പ്രത്യേകിച്ച് ഫേസ്ബുക്ക് അല്ല, ഇൻസ്റ്റാഗ്രാം എടുക്കുകയാണെങ്കിൽ നമ്മുടെ യുവജനങ്ങൾ നല്ലൊരു ശതമാനവും ഇൻസ്റ്റാഗ്രാമിലാണ്. നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ അതിന്റെ ഇൻസൈറ്റ് ഒക്കെ പരിശോധിക്കുന്നത് പ്രൊഫഷണൽ മോഡൽ ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്നവരുടെ ഏജ് അറിയാൻ പറ്റും. അപ്പം എന്നെ ഫോളോ ചെയ്യുന്ന ഒരു നല്ലൊരു ശതമാനം 25 വയസ്സ് ആളുകൾ, 90% മുള്ളുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു യങ് കമ്മ്യൂണിറ്റി ഇൻസ്റ്റാഗ്രാമിലുള്ള. പലപ്പോഴും നമ്മൾ ഓരോ പള്ളിയിലൊക്കെ ഇരുന്നിട്ട് എന്തെങ്കിലും ഫോട്ടോ ഒക്കെ, പള്ളിയുടെ എന്തെങ്കിലും ഫോട്ടോ ഒക്കെ സ്റ്റോറി ഇടുമ്പോൾ പിള്ളേർ മെസ്സേജ് അയച്ചാൽ ഞാൻ ഇടവകയുണ്ടോ, പക്ഷെ നമ്മളൊരു പള്ളി പോലും കണ്ടിട്ടുണ്ടാവില്ല, പക്ഷെ അവൻ അവിടെയുണ്ട്. അങ്ങനെ ഒരുപാട് പേരെ നമുക്കിങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും നമ്മുടെ ഇടവക. ഞാൻ ചെയ്യുന്ന കാര്യമുണ്ട്, തമാശയിൽ നിങ്ങൾക്ക് തോന്നും, ഞാൻ ഇവരെ ഇൻസ്റ്റായിട്ട് എഴുതി വയ്ക്കും. എന്നിട്ട് ചെയ്യുന്ന കാര്യം, പള്ളിയിൽ എന്തെങ്കിലും പ്രോഗ്രാം വരുമ്പോൾ അവർക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കും. നോർമലി നമ്മൾ പള്ളിയിലെ അച്ഛന്മാർ വിളിച്ചു പറയും, നാളെ ഒരു പ്രോഗ്രാം ഉണ്ട്, യുവജനങ്ങൾ സഹായിക്കാൻ പറയണം. അത് കോമൺ അറിയിപ്പാണ്, എല്ലാവരും വരണം നിർബന്ധമില്ല. പക്ഷെ നമ്മൾ പേഴ്സണലായിട്ട് ഇവർക്ക് മെസ്സേജ് ചെയ്യണം, അതെ നാളെ ഇങ്ങനെ പ്രോഗ്രാം ഉണ്ട്, വരണോട്ടോ. സ്വാഭാവികമായിട്ടും അവന് വേറെ നിവർത്തിയില്ല വരാതെ, കാരണം അച്ഛൻ പേഴ്സണലി വിളിച്ചതല്ലേ. വന്നു കഴിയുമ്പോൾ ഇവരൊക്കെ കൂട്ടിയിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് സ്റ്റോറി ഇടും, മെൻഷൻ ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത പ്രോഗ്രാം വരുമ്പോൾ ഇവർക്ക് ഒരു ബൂസ്റ്റിങ്, അച്ഛൻ സ്റ്റോറി ഇടുമല്ലോ, രസമല്ല. കാരണം അവരുടെ മനസ്സിലൊക്കെ തങ്ങി നിൽക്കുന്ന ചില കാര്യങ്ങൾ അങ്ങനെയാണ് ഈ ഇൻസ്റ്റാഗ്രാം കുറച്ചുകൂടി ഞാൻ നന്നായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ പിള്ളേരുടെ കൂടെ ഒക്കെ ഇവർ ഒരുമിച്ച് കൂടുമ്പോൾ ഇവരൊന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഇടയ്ക്ക് ചിലപ്പോൾ ഡാൻസ് ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും ചില ഫണ്ണി വീഡിയോസൊക്കെ അത് ചെയ്തിടാറുണ്ട്. അതിൽ ഭയങ്കരമായിട്ട് കയറിപ്പോയത് ഈ ഒരു കരാട്ടയുടെ വീഡിയോ. അത് ചെയ്ത് കഴിഞ്ഞ വർഷം ഞാൻ കിഴക്കമ്പലത്തായിരുന്നു. അവിടെ ഞങ്ങൾക്കൊരു CBSE സ്കൂളുണ്ട്, സെൻറ് ആനിസ്. അപ്പോൾ അവിടെ ഞങ്ങൾ ഒരിക്കലും ഇങ്ങനെ ഒരു ഇന്റർ സ്കൂൾ കരാട്ട ചാമ്പ്യൻഷിപ്പ് നടത്തി. ചാമ്പ്യൻഷിപ്പിന് ബ്രേക്ക് ടൈമിൽ ഇങ്ങനെ പിള്ളേർ വരുന്നു. അപ്പോൾ ഒരു ദിവസം അവർ പിള്ളേർ ഇങ്ങനെ ഒരു പയ്യൻ നഞ്ചക അച്ഛനത് അറിയുമെന്ന് ചോദിച്ചു. ഞാൻ വെറുതെ, നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് സെമിനാറിൽ ചേരുന്നതിന് മുമ്പ് വീട്ടിലൊക്കെ ആയിരുന്ന സമയത്ത് കരാട്ടയൊക്കെ പഠിച്ചിട്ടുണ്ട്. 7ാം ക്ലാസ് തൊട്ട് പിന്നാലെ ചേർന്നിട്ട് പഠിക്കായിരുന്നു, ബ്ലാക്ക് ബെൽറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും അത്യാവശ്യം കുറച്ച് ബേസിക് പഠിച്ചിട്ടുണ്ട്. ചുമ്മാ ഒന്ന് വീശി ഇങ്ങനെ കാണിച്ച് ഒരു ചെറിയൊരു ഷോട്ട് പറഞ്ഞ് കാണിച്ചു കൊടുത്തു. അതൊരു സാറൊരു വീഡിയോ എടുത്തു തന്നു. ആ സമയത്ത് ആൾ വീഡിയോ എടുക്കേണ്ടായിരുന്നു.
ചുമ്മാ സ്റ്റോറി ഇട്ടു. അപ്പോൾ സ്റ്റോറി ഇട്ടപ്പോൾ വെറുതെ അതിൽ ക്യാപ്ഷൻ ഇങ്ങനെ കൊടുത്തു, പിള്ളേർക്ക് അറിയില്ലല്ലോ പഴയ ചരിത്രം എന്ന് പറഞ്ഞു. അപ്പൊ അതിനകത്ത് കുറെ കമന്റുകൾ വന്നു, എന്താണ് ആ ചരിത്രം എന്ന് ചോദിച്ചിട്ട് കുറെ പേര് തമാശക്ക് വെച്ച് കമന്റാ. അപ്പൊ ഇത് കണ്ടപ്പോൾ ഒരു സാറ് നന്നാ ഇത് ട്രാൻസിഷൻ വീഡിയോ ചെയ്യാൻ പറഞ്ഞു. ഇത് മാത്രമല്ല, അച്ഛൻ ഒരു ട്രാൻസിഷൻ വീഡിയോ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒരു നഞ്ചക്കിന് കുറച്ച് ഫ്രീ സ്റ്റൈൽ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു വീഡിയോ കമ്പയർ ചെയ്തിട്ട് ആ വീഡിയോന് ഭയങ്കരമായിട്ട് വൈറലായി പോയാൽ പിന്നെ അത് ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഷെയർ ചെയ്യപ്പെട്ടു. പിന്നെ മനോരമ ന്യൂസിലൊക്കെ ആ വീഡിയോ വരെയുണ്ടായി. അങ്ങനെയാണ് കുറച്ചുകൂടി ഒരുപാട് പേർക്ക് ഈ ഒരു ശ്രദ്ധ കിട്ടിയത്. പിന്നെ ഒരുപാട് വീഡിയോസ് ഇതേപോലെ തന്നെ കേട്ടോ, ഒരുപാട് ഡാൻസിന്റെ വീഡിയോസ് ഒക്കെ ഇതേപോലെ വൈറലായിട്ടുണ്ട്. ഇത് വൈറലിനപ്പുറം നമുക്ക് കിട്ടുന്ന ഒരു അക്സെപ്റ്റൻസ് ആണ് എല്ലാവരുടെങ്കിലും. കാരണം തീർച്ചയായിട്ടും നമ്മൾ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇതിപ്പോ ഞാൻ ചെയ്യുന്നത് നന്നായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് നെഞ്ചേക്ക്. അത് പക്ഷേ അച്ഛൻ ചെയ്യുമ്പോൾ എന്തോ അവർക്കൊരു സ്നേഹം തോന്നും. നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ ഇന്റൻസീവ് ബൈബിൾ കോഴ്സ് പ്രോഗ്രാം ഉണ്ട്, അല്ലെങ്കിൽ പല രൂപതകൾ പല പേരിൽ അറിയപ്പെടുന്നത്. അതിന് നമ്മൾ ബിറ്റ്വീൻ ആക്ഷൻ സോങ് പഠിപ്പിക്കും പിള്ളേരെ. നമ്മളൊക്കെ നന്നായിട്ട് കളിക്കുന്ന പിള്ളേർ ആക്ഷൻ സോങ് സ്റ്റേജ് ചെയ്ത് കളിക്കും. പക്ഷെ ഒരു അച്ഛൻ ഉടുപ്പിട്ട് കയറി ചെയ്യുമ്പോൾ എന്തോ ഒരു താല്പര്യം പിള്ളേർ അട്രാക്ഷൻ വരാണ്. തീർച്ചയായിട്ടും ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മുടെ കുട്ടികളെ കുറച്ചുകൂടി ആകർഷിക്കാൻ പറ്റിയ രീതിയാണ്. കാരണം കുറച്ചുകൂടി അവരുടെ നിലയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് അവരെന്താ നമ്മളോട് കുറച്ചുകൂടി സ്നേഹത്തോടെ പെരുമാറുള്ളൂ. ഞാനിപ്പോഴും ഓർക്കുന്ന സംഭവമുണ്ട്, ഒരു ജെസ്യൂട്ട് വൈദ്യം പങ്കുവെച്ചാണ്. അതിന്റെ മിഷൻ എക്സ്പീരിയൻസ് ആണ്. അദ്ദേഹം നോർത്തിൽ ഇതുപോലെ മിഷൻ പ്രവർത്തനം പോയ സമയത്ത് അതിങ്ങനെ ഒരു വില്ലേജിൽ ചെന്നു. അപ്പം സ്വാഭാവികമായിട്ട് അറിയില്ല, വില്ലേജിലുള്ള സംബന്ധിച്ചാൽ പുറമേ നിന്ന് ഒരാൾ വരുമ്പോൾ എല്ലാവരും അകൽച്ച കാണിക്കും, സ്വാഭാവികമാണ്. അപ്പം ഇദ്ദേഹത്തിന് ഇവരുടെ ഡെയിലേക്ക് ഒരു ആക്സസ് കിട്ടുന്നില്ല. അപ്പം ഇദ്ദേഹം എന്ത് ചെയ്യുന്ന ആലോചിക്കുന്ന സമയത്താണ് അദ്ദേഹം കാണുക കുറെ പിള്ളേർ ഫുട്ബോൾ കളിക്കുന്നുണ്ട് അവിടെ. അപ്പം അദ്ദേഹം അവരെ കൂടെ ഇരുന്നു. ആദ്യ ദിവസം ഇദ്ദേഹത്തിന് കൂട്ടിയില്ല, രണ്ടാമത്തെ ദിവസം പിള്ളേർ കളിക്കാനായിട്ട് ക്ഷണിച്ചു. അങ്ങനെ ഇദ്ദേഹത്തിന് ഈ പിള്ളേരോട് ഇദ്ദേഹം ഫുട്ബോൾ കളിക്കാൻ തുടങ്ങിയ അച്ഛൻ 2 ദിവസം കഴിഞ്ഞപ്പോൾ പിള്ളേർക്ക് ഭയങ്കര തങ്ങാനാണ്. സ്വാഭാവികമായിട്ട് ഇവരെ കൂടെ കൂടുന്ന ഒരാൾ, ഇത്രയും പ്രായമുള്ള ആൾ ഇവിടെ കൂടെ കൂടുമ്പോൾ പിള്ളേരൊരു അട്രാക്ഷൻ വരും. പിള്ളേർ വീട്ടിലേക്ക് വിളിക്കാനേ അച്ഛൻ. അച്ഛൻ പറഞ്ഞു അവിടെ നിന്നാണ് അച്ഛൻ തന്റെ മിഷൻ പ്രവർത്തനം ആരംഭിക്കാൻ. കാരണം ഇവര് വീട്ടിലേക്ക് ആക്സസ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ കുട്ടികളുടെ ഇടയിൽ ഇറങ്ങി ചെല്ലണം. അപ്പോൾ ഓടി ചെന്നിട്ട് മക്കളെ പള്ളിയിൽ പോയി ആരാധിക്കുക, കുർബാന കൂടാന്ന് പറഞ്ഞാൽ സ്വാഭാവിക പിള്ളേർ ഓടി മാറും. അതേസമയം ഇവർക്കിടയിൽ നല്ലൊരു റാമ്പോ ക്രിയേറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അവരായിട്ട് ഒരു അറ്റാച്ച്മെന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ പറയേണ്ട വാട പള്ളിയിൽ പോകും, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാം, ഒരു കൊന്തുചെല്ലാം വിളിക്കും, സ്വാഭാവികമായിട്ട് വരും. കാരണം അവനത് നമ്മളോട് സ്നേഹത്തിന് പുറത്താണ്. ആ നമ്മളോടുള്ള സ്നേഹം പിന്നീട് പയ്യെ നമ്മൾ ക്രിസ്തുവിലേക്കുള്ള സ്നേഹമായിട്ട് വഴി തിരിച്ചു പോകാൻ സാധ്യത. നമ്മളുടെ സ്നേഹം മാത്രം ഒതുക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു തെറ്റായി മാറും. പക്ഷെ അതേസമയം നമ്മളോട് കാണിക്കുന്ന ഒരു സ്നേഹം പതിയെ ക്രിസ്തുവിലേക്ക് വഴി തിരിച്ചു വിടുമ്പോഴാണ് എനിക്ക് തോന്നുന്നു ഈ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കുറച്ചൊരു പ്രയോജനമായിട്ട് തീരും. ഇപ്പോഴത്തെ ഒരു തലമുറയിൽ യുവജനങ്ങൾ 24/7 ഇൻവോൾവ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ എന്നുള്ളത്. അപ്പം ഈ ഇൻസ്റ്റയിലുള്ള ആക്ടിവിറ്റീസിന് പുറമെ കുറെ സ്പിരിച്വൽ ആക്ടിവിറ്റീസ് അച്ഛൻ വേറെ പല പ്ലാറ്റ്ഫോമിലൂടെയും ചെയ്യുന്നുണ്ട്. അതൊന്ന് പറയാമോ? എല്ലാവരും എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇപ്പൊ എല്ലാവർക്കും പുതിയൊരു ധാരണയുണ്ട്, ഞാൻ ഫുൾ ടൈം സോഷ്യൽ മീഡിയയിലാണ്, ഒരു ലൗകികനാണെന്നൊരു ചിന്ത പലർക്കും ഉണ്ട്. പക്ഷെ അതിന് കൂടെ ഞാൻ ചെയ്യുന്നുണ്ട്. പലരും പേഴ്സണൽ ആണെങ്കിൽ ഞാനിപ്പോൾ ഡാൻസിന്റെ വീഡിയോ ഇടുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലത്തെ വീഡിയോസ് ഇടുമ്പോൾ പലരും കമന്റ് ബോക്സിലും നേരിട്ട് മെസ്സേജ് അയക്കാറുണ്ട്, അച്ഛൻ ആരെങ്കിലും വചനം പ്രഘോഷിക്കാറുണ്ട്. തീർച്ചയായിട്ടും ഞാൻ പുറമെ മൈക്ക് കെട്ടി വെച്ച് ആരെങ്കിലും വചനം പ്രഘോഷിക്കാൻ പോകാറില്ല. പക്ഷെ ഞാൻ വാട്സാപ്പിൽ ചെയ്യുന്നുണ്ട്. അതായത് വാട്സാപ്പിൽ സോൾ ഓഫ് ഫാദർ എന്നൊരു ചാനലുണ്ട്. ഇൻസ്റ്റയിൽ നോക്കിക്കഴിഞ്ഞാൽ അത് 800-ന് ഫോളോവേഴ്സ് ഉള്ളൂ. പക്ഷെ മെയിൻ പ്ലാറ്റ്ഫോം വാട്സാപ്പിലാണ്. അത് മെയിനായിട്ട് വചനം ഷെയർ ചെയ്യാന്നാണ്. ഒരു എല്ലാ ദിവസവും രാവിലെ ഒരു 30 സെക്കൻഡുള്ള വീഡിയോ, അതായത് നല്ലൊരു ഫോട്ടോ വെച്ച് ഒരു വചനം ചേർത്ത് അതിന് മാച്ച് ആവുന്ന ഒരു പാട്ടും കൂടിയിട്ട്, ഒരു ക്രിസ്ത്യൻ പാട്ടോ അല്ലെങ്കിൽ നല്ലൊരു ഫീൽ ചെയ്യുന്ന ഒരു പാട്ടും ചേർത്ത് എല്ലാ ദിവസവും ഷെയർ ചെയ്യാറുണ്ട്. ഏകദേശം ഒരു 19 ഗ്രൂപ്പുകളുണ്ട്, വാട്സാപ്പ് ഗ്രൂപ്പ്. എല്ലാ ഗ്രൂപ്പിലും ഒരു 800-നും 1000-നും ഇടയ്ക്ക് ആവറേജ് ആൾക്കാരുണ്ട്. അങ്ങനെ 19 ഗ്രൂപ്പുകളുണ്ട്. ഏകദേശം ഒരു 17,000-ഓളം ആളുകളുണ്ട്. പിന്നെ ഇപ്പോൾ നമുക്ക് പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, ചാനലായിട്ട് വാട്സാപ്പിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ പിന്നെ ചാനലിലേക്ക് പോകാനും അത് കുറച്ചൊരു നമ്പർ പ്രൈവസി ഉണ്ട്. ആരാണ് ഈ ഗ്രൂപ്പിലുള്ളതെന്ന് ആർക്കും അറിയാൻ സാധിക്കില്ല. അതിൽ ഏകദേശം ഇപ്പോൾ ഒരു 4,500 ആൾക്കാരുണ്ട്. എല്ലാ ദിവസവും 30-40 പേര് ചേരുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഇപ്പൊ തന്നെ ഒരു 22-23,000 ആളുകളിലേക്ക് എല്ലാ ദിവസവും രാവിലെ വചനം ചെയ്യുന്നുണ്ട്. പലരും സ്റ്റാറ്റസ് ഉണ്ട്. പക്ഷെ ആർക്കും അറിയില്ല ആരാണ് ഈ സോൾ ഓഫ് ഫാദർ അഡ്മിൻ. അതിപ്പോഴും ഇങ്ങനെ ഒരു ഹൈഡ് ആയിട്ടിരിക്കുന്നത്. പലരും ഇപ്പൊ ഇവിടെ തന്നെ വന്നപ്പോൾ ഞങ്ങളുടെ ഓഫീസിൽ ചേച്ചിയുണ്ട്. അപ്പോൾ ചേച്ചി എൻ്റെ നമ്പറൊക്കെ സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് ദിവസം രാവിലെ നോക്കിയപ്പോൾ ഈ ഗ്രൂപ്പിൽ എൻ്റെ മെസ്സേജ് ഇടുന്നു. ചേച്ചി ചോദിച്ചു, അച്ഛനാണല്ലേ സോൾ ഓഫ് ഫാദർ അഡ്മിൻ? ഞാനാണെന്ന് പറഞ്ഞു. അത് നമ്മൾ ഹിഡൻ അല്ല, ഒരു അറിയപ്പെടാത്ത മിനിസ്ട്രിയാണ്. പക്ഷെ ഒരുപാട് പേരിലേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും എന്താ പറയുക, എല്ലാവരും നമ്മളെ ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ മാത്രം പറയുമ്പോഴും ഇവിടെ വേറെ സൈഡിൽ കൂടെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളെ ഒരു ഇവാഞ്ചലൈസേഷൻ നടത്തുന്നുണ്ട്. തീർച്ചയായിട്ടും പിന്നെ സോഷ്യൽ മീഡിയയുടെ റേഞ്ച് വളരെ വലുതാണ്. കാരണം അതിനൊരു പരിമിതികളില്ല. ഏത് സ്ഥലത്തും ഭാഷയിലേക്കും ഏത് രാജ്യത്തേക്കും നിമിഷ നേരം കൊണ്ട് എത്തിക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് യുവജനങ്ങളെ കയ്യിലെടുക്കാൻ തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ അനിവാര്യമാണ്.
കാലഘട്ടത്തിൽ യൂത്തിന് ഒരു വൈദികനാകുക അല്ലെങ്കിൽ ഒരു സിസ്റ്റർ ആകുക എന്ന് പറയുന്നത് തികച്ചും മോശമായിട്ടൊരു കാര്യം. കാരണം സൊസൈറ്റി അങ്ങനെയാണ് അച്ഛന്മാരും സിസ്റ്റേഴ്സിനൊക്കെ അവതരിപ്പിക്കുന്നത്, നമുക്ക് ചിത്രീകരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു മെന്റാലിറ്റി ഉള്ള ഈ ഒരു ജനറേഷനോട് അച്ഛൻ എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും പണ്ടത്തെ കമ്പയർ ചെയ്യുമ്പോൾ, അപ്പോൾ എൻ്റെ ഒക്കെ ചെറുപ്പത്തിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ സ്വാഭാവികമായിട്ടും താല്പര്യം കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഒരുപാട് നല്ല ഒക്കേഷൻസ് ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട്. സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ തൊട്ട് മുമ്പ് വരുന്ന പള്ളിയാണ് തിരുമുടിക്കുന്ന് പള്ളി. അവിടെ ഞങ്ങൾക്ക് ചെറങ്ങര കുരിശുപള്ളിയുണ്ട്. അവിടെ KCM പിള്ളേർ വളരെ ആക്റ്റീവാണ്. അവിടെ നിന്ന് 28 വയസ്സ് എൻ്റെ ഏജ് ഉള്ള ഒരു കൊച്ച് CSN കോൺഗ്രേഷനിൽ സിസ്റ്റർ ആവാൻ പോയി. കഴിഞ്ഞ വർഷം എയർക്രാഫ്റ്റ് എഞ്ചിനീയർ കഴിഞ്ഞ് ഒരു പയ്യൻ കപ്പൂച്ചിന് ചേരാൻ പോയി. തീർച്ചയായിട്ടും ദൈവങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ പലരും ഇത്തിരി ലേറ്റ് ആയിട്ടാണ്. പണ്ടൊക്കെ 10ാം ക്ലാസ് കഴിയുമ്പോൾ പോയിക്കൊണ്ടിരുന്നിടത്ത് ഇന്ന് കുറച്ചുകൂടി +2 കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ജീവിതത്തിൻ്റെ ഒരു ടേണിംഗ് പോയിന്റിൽ വെച്ച് തിരിച്ചറിയുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോകും. യോന പ്രവാചകനെ നമുക്കറിയാം. യോനയുടെ അടുത്ത് താർസീസിലേക്ക് നിനവേലേക്ക് പോകാൻ പറഞ്ഞു. യോന നിനവേലേക്ക് പോകാതെ താർസീസിലേക്ക് കപ്പലേറി. പക്ഷേ ദൈവം ഒടുവിൽ എവിടെ പോകാൻ പറഞ്ഞു അവിടെ കൊണ്ടുചെന്ന് എത്തിച്ചു യോനാൻ. പറഞ്ഞ പോലെ തീർച്ചയായും ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോകും. ഞാൻ ഇപ്പോഴും പിള്ളേരോട് പറയുന്ന കാര്യമുണ്ട്, നിങ്ങൾ എന്നിട്ട് പ്രാർത്ഥിക്കുക. ദൈവം ആഗ്രഹിച്ചിരുന്നത് ഇന്ന ദൈവം ഒരച്ഛനാവാനാണ്, സിസ്റ്റർ ആവാനാണ്. ദൈവം നിങ്ങൾ തീർച്ചയായിട്ടും കൊണ്ടുപോകും. പത്രോസിനെ മാനസാന്തരത്തിൽ കൊണ്ടുവന്ന പോലെ, സാവൂളിനെ പൗലോസാക്കിയ പോലെ ദൈവം നിങ്ങൾ വിളിച്ചിരിക്കും. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇന്നലെ പ്രാർത്ഥിച്ചു വരും. പിന്നെ തീർച്ചയായിട്ടും നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം വേറെ ഒന്നല്ല, സാഹചര്യങ്ങൾ ഒരുപാട് മാറിയിട്ടുണ്ട്. കാരണം പണ്ടൊക്കെ വീട്ടിൽ, എൻ്റെ വീട്ടിൽ 3 പേരുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് മക്കളൊന്നും 1 2 മക്കളിലേക്ക് കുടുംബം ചുരുങ്ങി കാലഘട്ടം. അപ്പോൾ സ്വാഭാവികമായിട്ടും പാരൻസിന് ഒരു മടി കാണും കുട്ടികളെ വിടാനായിട്ട്. പക്ഷേ ജീവിതത്തിൻ്റെ ചില ടേണിംഗ് പോയിന്റിൽ ഇവർ തിരിച്ചറിയും, ഇതാണ് എൻ്റെ മകൻ്റെ ദൈവം, അല്ലെങ്കിൽ എൻ്റെ മകൻ്റെ ജീവിതം ഇതാണ് തീർച്ചയായിട്ടും അവരും സമ്മതിക്കും. പിന്നെ ക്രൈസിസുകൾ ഒരുപാടുണ്ട്. പക്ഷേ എന്താ പറയുക, ഈ പ്രതിസന്ധികൾക്കിടയിലാണ് നല്ല ദൈവങ്ങൾ ഉണ്ടാവുക. എന്താ പറയുക, സഭയുടെ ചരിത്രം പരിശോധിക്കുമ്പോഴും ഏറ്റവും കൂടുതൽ വിശുദ്ധരുണ്ടായ കാലഘട്ടം ഏതാ? സഭ വലിയ രക്തസാക്ഷ്യത്തിലൂടെ അല്ലെങ്കിൽ മതമർദ്ദനത്തിലൂടെ കടന്നുപോയ കാലഘട്ടത്തിലാണ് വലിയ വലിയ വിശുദ്ധരുണ്ടായിട്ടുള്ളത്. പറഞ്ഞ പോലെ തീർച്ചയായിട്ടും ദൈവവിളി കുറഞ്ഞ് നമ്മൾ പറയുമ്പോഴും നല്ല ദൈവവിളികൾ കൂടി വരുന്നുണ്ട്. നമ്മളിപ്പോൾ കൊറോണ കഴിയുമ്പോൾ നമ്മൾ പറയുന്ന ആരാണ്? പള്ളിയിൽ വരുന്ന എണ്ണം കുറഞ്ഞു. പക്ഷേ പള്ളിയിൽ വരുന്ന എണ്ണം കുറയുമ്പോഴും യഥാർത്ഥ വിശ്വാസികളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. ഇത്രയും നാള് പേര് പള്ളിയിൽ വന്നവർ പള്ളിയിൽ വരുന്നില്ല, പക്ഷേ യഥാർത്ഥ വിശ്വാസമുള്ളവർ പള്ളിയിൽ വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ദൈവവിളി കുറയെന്ന് പറയുമ്പോഴും നല്ല ദൈവവിളികൾ നന്നായിട്ടുണ്ടാകുന്നുണ്ട്. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുക, അതേപോലെ നമുക്ക് പ്രോത്സാഹിപ്പിക്കുക അവരെ. തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് ക്രൈസിസിലൂടെയൊക്കെ വൈദിക വിദ്യാർത്ഥികൾ അച്ഛന്മാർ കടന്നു വന്ന കാലഘട്ടം. അവരെയൊക്കെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക നന്നായിട്ട്. അപ്പോൾ ഇതിന് ഏറ്റവും വലിയ സപ്പോർട്ട് പ്രാർത്ഥന മാത്രമാണ്. തീർച്ചയായിട്ടും മറ്റെല്ലാത്തിനേക്കാൾ ഉപരിയായിട്ട് അവരെ ഞങ്ങൾക്ക് പിടിച്ചു നിർത്തുന്നതും പ്രാർത്ഥനയാണ്. ഒരു പക്ഷേ നമുക്ക് ചുറ്റിലും ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ പാരൻസ് ഉണ്ട്, നമ്മുടെ സഹോദരനുണ്ട്. അവിടെ നമ്മളാരും അനാഥരല്ല. പക്ഷേ പ്രാർത്ഥിക്കാൻ ഒരാളില്ലെങ്കിൽ തീർച്ചയായിട്ടും ആത്മീയമായിട്ട് ഓരോ അച്ഛനും സിസ്റ്ററും അനാഥരാണ്. പ്രാർത്ഥിക്കാൻ ആൾക്കാരില്ല. എനിക്ക് കാണുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഒരുപാട് കുറവുകളുണ്ട്. നിങ്ങളെപ്പോലെ ചില കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ വളർന്നു വന്നിട്ട് ഞങ്ങളും ആ കുടുംബത്തിൻ്റെ എല്ലാ കുറവുകളും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. അല്പം ചില മോഡിഫിക്കേഷൻസ് ഒക്കെ സെമിനാറിലോ പരിശീലനക്കാലത്ത് മാറ്റിയെടുത്തിട്ടുണ്ട്. പക്ഷെ എന്നാലും കുറവുകളുള്ളവരാണ് ഞങ്ങൾ. പക്ഷേ നിങ്ങളുടെ ശക്തമായിട്ട് പ്രാർത്ഥന ഉണ്ടെങ്കിൽ ദൈവത്തിന് മുമ്പിൽ നിങ്ങൾ കരങ്ങൾ ഉയർത്തുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ വലിയ മാറ്റങ്ങളുണ്ടാവും. നല്ല ദൈവവിളികൾ സമൂഹത്തിലുണ്ടാവും. നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം അച്ഛൻ KCYM പിള്ളേരെ കുറിച്ച് മെൻഷൻ ചെയ്തു. അച്ഛൻ KCYM ഫൊറോന ഡയറക്ടർ ആണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. അപ്പൊ എത്ര നാളായി KCYM ഡയറക്ടറായിട്ട്? ഏകദേശം ഒരു മാസത്തോളമായി. നമുക്ക് നമുക്കറിയാം, ഫൊറോന തിരിച്ചാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. KCYM അതിരൂപത ഡയറക്ടർ ഉണ്ട്. അതിൻ്റെ കീഴിൽ 16 ഫൊറോനകൾ ഞങ്ങൾക്കുള്ള രൂപതയിൽ. അപ്പോൾ ഓരോ ഫൊറോനയുടെ ചാർജുകൾ ഓരോ അച്ഛന്മാരെ ഏൽപ്പിക്കും. ഞാനിപ്പോൾ എറണാകുളം ഫൊറോനയുടെ ചാർജാണുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾക്ക് ഒരുമിച്ച് കൂട്ടാം. കാരണം ഒരു വലിയ ഉത്തരവാദിത്തമാണുള്ളത്. ഈ KCYM സംഘടന ശരിക്കും പരിചയപ്പെടുന്നത് ഞാൻ പട്ടം കെട്ടിയതിന് ശേഷം. എൻ്റെ ഇടവകയിൽ CLC ആണുള്ളത്. പക്ഷേ യുവജനങ്ങളൊക്കെ ഒരുപാട് നല്ല സ്പിരിറ്റുള്ള യുവജനങ്ങളെ കണ്ടെത്താൻ സാധിച്ചത് KCYM എന്നേപ്പില്ല. കാരണം പള്ളിക്ക് വേണ്ടി അവർ ഒരുപാട് സമയമൊക്കെ ചെലവഴിക്കുന്നത് കാണാം. ഒരു പക്ഷേ നമ്മളിപ്പോൾ രാത്രി പുൽക്കൂടി ഉണ്ടാക്കുമ്പോൾ ഒരു 10 മണി 11 മണി കഴിയുമ്പോൾ നാളെ കുർബാനയുണ്ട് അല്ലെങ്കിൽ പ്രോഗ്രാമിൽ ഞാൻ കിടക്കാൻ പോകുമ്പോഴും ഈ പിള്ളേർ രാത്രി 1 മണി 2 മണി ഇരുന്ന് പണിയെടുക്കും. നാളെ പിറ്റേ ദിവസം ക്ലാസ് പോകാനുള്ളവരാണ്, പരീക്ഷ ഉള്ളവരാണ്. പക്ഷെ അവർ വന്നിട്ട് ചെയ്യും. അപ്പോൾ അത്രയും വലിയ പള്ളി ഒരുപാട് സ്നേഹിക്കുന്ന യുവജനങ്ങൾ. ഒരു പക്ഷേ നമുക്ക് കാണുമ്പോൾ നമ്മളോട് തന്നെ നമുക്ക് തോന്നും, ഞാനൊക്കെ ഇത്രയല്ലേ ഉള്ളൂ എന്ന് തോന്നിയ ചില സമയങ്ങളുണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് പിള്ളേരുടെ ഇടയിൽ പ്രവർത്തിക്കാൻ കിട്ടിയ അവസരങ്ങളാണ്. പിന്നെ നമ്മുടെ മൈൻഡ് ഫ്രഷ് ആയിട്ടിരിക്കും. കാരണം ഈ യൂത്തിന് കൂടെ നടക്കുമ്പോൾ നമ്മളും പ്രായമൊന്നും ഒരിക്കലും അറിയില്ല. നമ്മുടെ മൈൻഡ് എപ്പോഴും ആക്റ്റീവായിരിക്കും, എപ്പോഴും എനർജറ്റിക് ആയിരിക്കും. കാരണം ഇവർ ഒരുമിച്ച് നിർത്തണമെങ്കിൽ നമ്മൾ കുറച്ച് വൈബ്രൻ്റ് ആയിട്ട് നിൽക്കണം. അപ്പം മാറി ഒതുങ്ങി നിന്ന് ഒരിക്കലും പിള്ളേർ നമ്മുടെ അടുത്തേക്കില്ല. നമ്മൾ എന്തുമാത്രം ഫ്രീഡത്തോടെ അവർ സംസാരിക്കുന്നു, എന്തുമാത്രം ഫ്രീ ആയിട്ട് സംസാരിക്കുന്നു, അവർ നമ്മളോട് അതേപോലെ പെരുമാറും. എപ്പോഴും പലപ്പോഴും എല്ലാ പള്ളിയിലും കാണാൻ കാഴ്ച തന്നെ. അതായത് നമ്മൾ ചെന്ന ആദ്യത്തെ ഒരു 2 മാസം 3 മാസമൊക്കെ ഒരു അച്ചാച്ചാന്ന് വിളിക്കും, കൊച്ചാന്ന് വിളിക്കും, പിന്നെ ചേട്ടാന്ന് വിളിക്കുള്ളൂ. ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല, വേറെ ഒന്നുകൊണ്ടല്ല, അവർക്ക് അത്ര ഒരു ഫ്രീഡം നമ്മളോട് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്ത് പറഞ്ഞു, ഇപ്പോഴായാലും പല പിള്ളേരും ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ അല്ലെങ്കിൽ
പുറത്തേക്ക് പഠിക്കാൻ പോകുമ്പോൾ നമ്മൾ വിളിക്കും. 2-3 വർഷം വരുന്ന വന്ന പള്ളികളാണ്. പക്ഷെ എന്നാലും ഇപ്പോഴും നമ്മൾ ഓർക്കും. എന്ത് പരിപാടിക്ക് നമ്മൾ വിളിക്കും. വീട്ടിലെ ഫംഗ്ഷനായി പോലും നമ്മളൊരു കുടുംബമായിട്ട് അവർ കാണും. ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ കാണും. തീർച്ചയായും യുവജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന കാലഘട്ടത്തിന്റെ വലിയ അത്യാവശ്യമാണ്. കാരണം അടുത്ത തലമുറ അവരാണ്. അടുത്ത സഭയുടെ ഭാവി അവരുടെ കയ്യിലാണ്. തീർച്ചയായിട്ടും അവർ ചേർത്ത് പിടിക്കേണ്ട അവസരമായിട്ട് ഞാൻ കാണുന്നത്. അതുപോലെ തന്നെ കുറച്ച് ദിവസം മുമ്പാണ് KCSL എന്ന സംഘടനയുണ്ട്, കേരള കാത്തലിക് സ്റ്റുഡൻസ് ലീഗ്. അതിന്റെ ചാർജും കിട്ടിയിട്ടുണ്ട് എറണാകുളം സോണിന്റെ. തീർച്ചയായിട്ടും ഇവരുടെ കൂടെ ആയിരിക്കും കിട്ടുന്ന അവസരങ്ങൾ നന്നായിട്ട് പ്രയോജനപ്പെടുത്താൻ സാധ്യത ഞാൻ വിശ്വസിക്കുകയാണ്. ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ തീർച്ചയായിട്ടും ദൈവം ഏൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നന്നായിട്ട് ചെയ്യാൻ മാക്സിമം ഔട്ട്പുട്ട് എടുക്കാൻ ഞാനും പരിശ്രമിക്കും. കാലത്തിനനുസരിച്ച് നമുക്ക് ചുറ്റും ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു കാലഘട്ടത്തിനനുസരിച്ച് തന്നെ അച്ഛന്മാരും സിസ്റ്റേഴ്സും ഈ ഒരു വൊക്കേഷൻ തന്നെ മാറുന്നുണ്ട്. സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന്, പ്രത്യേകിച്ച് യുവജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന്, യുവജനങ്ങളാണല്ലോ ഭാവി വാഗ്ദാനം, അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് വളരെ ആക്റ്റീവായി പ്രവർത്തിക്കുന്ന ഒരു അച്ഛനാണ് ഫാദർ റോബിൻ വാഴപ്പള്ളി. ഇതുപോലെ ഒരുപാട് വൈദികരെ നമുക്ക് സഭയ്ക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് വൈദികരെയും സിസ്റ്റേഴ്സിനെയും വരുന്ന ചോസൻ എപ്പിസോഡുകളിൽ നിങ്ങൾ കാണുന്നതായിരിക്കും. അച്ഛാ, ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളുടെ കൂടെ സഹകരിച്ചതിന് ഒരുപാട് നന്ദി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുഴപ്പം